നമസ്കാരം. ശിവടീച്ചറിന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്കിന്ന് BA സെക്കൻഡ് സെമസ്റ്റർ കാലിക്കറ്റ് സർവകലാശാലയുടെ BA സെക്കൻഡ് സെമസ്റ്റർ പാഠപുസ്തകം ത്തിലെ രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് കിടക്കാം. ആധുനിക കേരളം ആരുടെ ഭാവനയാണ് എന്നുള്ള ചാപ്റ്ററിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. അപ്പൊ ഇതിൽ പ്രദീപൻ പാമ്പരിക്കുന്നാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. അപ്പോൾ കേരളത്തിന്റെ ആധുനികത അത് ആരുടെ സൃഷ്ടിയാണ്? അത് ഒരുപാട് സാമൂഹ്യ നവോത്ഥാന നായകന്മാർ ഉണ്ടായിരുന്ന ഇടമാണ് കേരളം. അപ്പൊ ഇവിടെ 1888 നടന്ന അരുവിപ്പുറം പ്രതിഷ്ഠയിൽ നിന്നാണ് നവോത്ഥാന പ്രക്രിയ ആരംഭിച്ചതെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ അത് അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുമ്പോൾ ശ്രീനാരായണ ഗുരു അതിന്റെ ഒരു തുടക്കക്കാരനല്ല എന്നതും നമുക്ക് മനസ്സിലാകും. ഇതൊരു നവോത്ഥാന പ്രക്രിയ തുടർച്ചയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതായത് അടിമ, ദലിത്, ആദിവാസി വിഭാഗങ്ങളെ എല്ലാം ആധുനിക സമൂഹം നിശ്ചല സമൂഹമായിട്ടാണ് പരിഗണിച്ചിരുന്നത്. എന്നാൽ സമൂഹത്തിന്റെ റിസീവിങ് എൻഡിലായിരുന്നു ദലിത്, അടിമ, ആദിവാസി സമൂഹങ്ങൾ അടയാളപ്പെടുത്തിയിരുന്നു. അവരിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് ലഭിക്കുമെന്നൊന്നും മേലാളം കരുതിയിരുന്നില്ല. എന്നാൽ 1936 ക്ഷേത്രപ്രവേശന വിളംബരം കീഴാള ജാതിക്കാർക്കും ക്ഷേത്രങ്ങളിലുള്ള പ്രവേശനം സാധ്യമായി. പക്ഷെ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ജാതി പ്രതിരോധങ്ങളെ ജാതി പ്രതിരോധ സമരങ്ങൾ പലതും താഴ്ന്ന ജാതിക്കാർ നടത്തിയിട്ടുണ്ട്. പക്ഷെ അവയൊന്നും വെളിച്ചത്ത് കൊണ്ടുവരാൻ ചരിത്രം ഒരിക്കലും ഇടയായില്ല. അരുവിപ്പുറം പ്രതിഷ്ഠയ്ക്ക് കൃത്യം 10 വർഷം മുമ്പ് 1878 ലണ്ടൻ മിഷൻ സൊസൈറ്റി മിഷണറി സാമുവൽ മെറ്റിയർ ഒരു കാര്യം രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പൊ സാമുവൽ മെറ്റീരി പറയുന്നത് 1870 ചന്തയുടെ പാതാക്കിൽ ഒരു ക്ഷീണിതയായ സ്ത്രീ, കാലുവേദന ഒരു സ്ത്രീ ഇരിക്കുന്നു, ഒരു പറയ സ്ത്രീ ഇരിക്കുന്നു. അപ്പൊ അവളുടെ അടുത്തൂടെ ഒരു ആഭാസനും ഒരു മദ്യപാനിയുമായ ശൂദ്രൻ അതുവഴി വന്നു. ഇവള് മാറിപ്പോയില്ല എന്ന കാരണം കൊണ്ട് ഇയാള് വടി കൊണ്ട് അവളെ തല്ലി. അപ്പൊ ആ വടി തിരിച്ചു വാങ്ങി ആ സ്ത്രീയുടെ മകൻ ഇയാളെ അടിച്ചു. അതൊരു വലിയ കോടതി പ്രശ്നമായിട്ട് മാറിയപ്പോൾ ജഡ്ജി പറഞ്ഞു, താഴ്ന്ന ജാതിക്കാരൻ ഒരു പ്രകാരത്തിലും മേൽജാതിക്കാരനെ തല്ലാൻ പാടില്ല. എന്നാൽ ഈ കുറ്റം ആരോപിക്കപ്പെട്ട കുട്ടി മിഷന് കീഴിലുള്ള മതവിദ്യാർത്ഥിയായതിനാൽ അവന്റെ സ്വന്തം മൂല്യം അറിയുന്നവനാണ്, അവൻ സ്വതന്ത്രമായി ചിന്തിക്കുന്നവനുമാണ്. അതുകൊണ്ട് ഇവന്റെ അവകാശങ്ങൾ അവൻ നേടിയെടുത്തതിനെ നാം അംഗീകരിച്ചേ പറ്റൂ എന്ന് സാമുവൽ മെറ്റീർ ഞാൻ കണ്ട കേരളം എന്ന ബുക്കിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ അന്ന് മതപരിവർത്തനം മൂലമാണ് പലർക്കും സ്വതന്ത്ര ചിന്താഗതി ഉണ്ടായത്. സ്വന്തം മൂല്യം അറിയുന്നവന്, സ്വാതന്ത്ര്യം ഇഷ്ടപ്പെടുന്നവനുമായി ആഗ്രഹിക്കുന്നവനുമായി അവര് മാറുന്നത് ഈ മിഷന്റെ പ്രവർത്തനം മൂലമാണ്. അപ്പൊ മിഷണറിമാര് നടത്തിയ മതപരിവർത്തനങ്ങളിൽ ആത്മബോധനവും കൂടെ ഉണ്ട്. അതായത് ഞാൻ ആരാണ്, അല്ലെങ്കിൽ എന്റെ വില എന്താണ്, സമൂഹത്തിൽ എന്താണ് ഞാൻ എന്ന് തിരിച്ചറിയാനുള്ള ഒരു ശ്രമവും കൂടെ ഈ അവരുടെ പഠനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.